കള്ളുകൂടിയാ? നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇവിടെ കള്ളുകൂടിയാ? അവരുടെ വർത്താനം കേട്ടതൊന്നും അവൻ പാലാ കുടിക്കുന്നതില്ല. നിങ്ങളെപ്പോലെ തന്നെ നല്ല ജോലിഫിക്കേഷനും വിദ്യാഭ്യാസവും ഉള്ള ആളാണ് ചേട്ടാ. നീ പോടാ പോടാ നീ. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ, അടുത്തന്നെ പിടിച്ചോളാം ഞാൻ. അതെ 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 അതെ, ഞാനിപ്പം ബസ് സ്റ്റോപ്പിലുണ്ട്. അങ്ങനെയൊന്നും ഇല്ലതേ. അങ്ങനൊന്നും ഇല്ല ചേട്ടാ, ഞാൻ ചെയ്താണ്ട് കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ബസ് സ്റ്റോപ്പിൽ ഇവിടെ ചില കൾച്ചർ ഇല്ലാത്ത ഫെലോസ്, അതാണ് സംഭവം. ഇഷ്ടം പോലെ ഫെലോസ് ബസ് സ്റ്റോപ്പല്ലേ, കൾച്ചറില്ല, ഇഷ്ടം പോലെ. ശരി, ഞാൻ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ശരി, ഞാൻ വെക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കേടാ. ഓക്കേടാ. ശരിയടാ. ശരിയടാ. ഓക്കേടാ. 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 മതിയുടെ നിർത്തടാ. ഇവിടെ മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് ഫോൺ ചെയ്യാൻ താൻ സമ്മതിക്കുമല്ലോ. ഫോണോട് കിട്ടും, ഞാൻ എടുത്തോളാം. ഹലോ. എപ്പോ? ഗുരുവായൂരപ്പാ. ഗുരുവായൂരപ്പനും ഫോൺ എടുത്താ? ഓക്കെ ഓക്കെ, ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. എന്താ ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ? ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ അല്ല, ഇപ്പൊ ഗുരുവായൂരപ്പനെ വിളിക്കണ കേട്ടോ, അതുകൊണ്ട്. ഓ എടോ, ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചതല്ല. ബോംബെയിലുള്ള എന്റെ ഒരു പഴയ സുഹൃത്ത് ആക്സിഡന്റ് ആയിട്ട് മരിച്ചെന്ന് കേട്ടപ്പോ ഗുരുവായൂരപ്പ എന്നറിയാതെ വിളിച്ചു പോയതാ. ബോംബെയിലുള്ള സുഹൃത്ത് മരിച്ച? മരിച്ച്. എന്നുവെച്ചാലോ കൊണ്ട് ബോംബെയുള്ള സുഹൃത്ത് മേടിച്ചെങ്കിൽ ഒരു പൈൻ്റൊക്കെ മേടിക്കാം, അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണേ, നടക്കത്തില്ല. ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുമ്പോഴാണ് ചെലവ് ചെയ്യുന്നത്. അതറിയാൻ മേലെ. എന്ത്? ഇപ്പൊ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും സാധനം മേടിക്കും, അതാണ് കേരളത്തിലെ സിസ്റ്റം.